സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ചിദംബരം സംവിധാനം ചെയ്ത സർവൈവൽ ത്രില്ലർ മഞ്ഞുമൽ ബോയ്സിന് തമിഴ്നാട്ടിൽ വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ആദ്യ ദിനത്തിൽ വളരെ കുറവ് സ്ക്രീനുകളിൽ മാത്രം പ്രദർശിപ്പിച്ച സിനിമ ഇപ്പോൾ 25 കോടിയിലധികം രൂപയാണ് തമിഴ്നാട്ടിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. 4 മാസത്തിനിടെ ഒരു തമിഴ് പടത്തിന് ലഭിക്കാത്ത ബുക്കിംഗ് ആണ് ചിത്രത്തിന് തമിഴ്നാട്ടിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ് പ്രേക്ഷകരും മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് നൽകുന്നത്. ഇപ്പോഴിതാ സിനിമയെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് തമിഴ് നടി മേഘ്ന. തന്റെ പുതിയ ചിത്രമായ അരിമാപ്പെട്ടി ശക്തിവേൽ കണ്ടതിന് ശേഷം തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങവെയായിരുന്നു മേഘ്ന മഞ്ഞുമൽ ബോയ്സിനെതിരെ പ്രതികരിച്ചത്. ഞാനൊരു മലയാളിയാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം കേരളത്തിൽ മഞ്ഞുമൽ ബോയ്സിന് ഇത്രത്തോളം പ്രതികരണമൊന്നും ലഭിക്കുന്നില്ല. തമിഴ്നാട്ടിൽ ഈ സിനിമ ഇത്രത്തോളം ആഘോഷിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. ഞാൻ സിനിമ കണ്ടതാണ്, വലിയ തൃപ്തിയൊന്നും ലഭിച്ചില്ല. എന്തുകൊണ്ടാണ് ആ സിനിമയ്ക്ക് ഇത്ര ഹൈപ്പ് കൊടുക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നായിരുന്നു നടിയുടെ പ്രതികരണം. കേരളത്തിലുള്ളവർ തമിഴ് സിനിമകളെ വിജയിപ്പിക്കാറില്ലെന്നും അവിടെ ആകെ വിജയിക്കുന്നത് വിജയ് സിനിമകൾ മാത്രമാണെന്നും മേഘ്ന മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. നടിയുടെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി നിരവധി മലയാളികൾ രംഗത്തെത്തിയിട്ടുണ്ട്. തമിഴ് സിനിമയുടെ കേരളത്തിലെ സ്വീകാര്യതയെക്കുറിച്ചുള്ള നടിയുടെ വാക്കുകൾക്കൊപ്പം കേരളത്തിലെ ഓൾ ടൈം തമിഴ് ടോപ്പ് 10 സിനിമകളുടെ ലിസ്റ്റ് ചേർത്തുകൊണ്ടുള്ള വീഡിയോയും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കേരളത്തിൽ ഏറ്റവും വിജയം നേടിയ 10 തമിഴ് സിനിമകളുടെ ലിസ്റ്റിൽ വിജയുടെ 3 ചിത്രങ്ങൾ മാത്രമാണുള്ളത്. നടി വിവാദ പ്രസ്താവന നടത്തുമ്പോൾ അരിമാപ്പെട്ടി ശക്തിവേൽ എന്ന സിനിമയുടെ സംവിധായകനും മേഘ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. താരം സിനിമയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ സിനിമ ഇമോഷണലി കണക്ട് ആയതായാണ് സംവിധായകൻ പറഞ്ഞത്. ഇതിനെ നിരവധി പേർ പ്രശംസിക്കുന്നുമുണ്ട്. 2017 റിലീസ് ചെയ്ത ഉരുതിക്കോൽ എന്ന ചിത്രത്തിലൂടെയാണ് മേഘ്ന വെള്ളിത്തിരയിൽ എത്തുന്നത്. ബൈരി, IPC 376 എന്നിവയാണ് നടി പ്രധാന വേഷത്തിലെത്തിയ ചിത്രങ്ങൾ. 25 കോടിയുമായി മഞ്ഞുമൽ ബോയ്സ് തമിഴ്നാട്ടിൽ പ്രദർശനം തുടരുകയാണ്. 84 കോടിയാണ് ആഗോള കളക്ഷൻ.